ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ശുശ്രൂഷ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം സ്വർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ ദൈവശക്തി വ്യാപരിക്കുന്നു. അവിടെ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും ഡെലിവറൻസും വിടുതലും വലിയ തലമുറയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനവും കർത്താവ് വർഷിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോളി. ഞാൻ മാടപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് സാക്ഷ്യം പറയാനാണ്. എൻ്റെ മോൻ 5 വയസ്സായി കഴിഞ്ഞിട്ടും വർത്തമാനമൊന്നും പറയത്തില്ല. വർത്താനം പറയാല ഇല്ല, എന്നാ വേണേലും ആംഗ്യം കാണിക്കത്തേ ഉള്ളായിരുന്നു. കഴിക്കാൻ വേണേലും കുടിക്കാൻ വേണേലും ഇങ്ങനെ ആംഗ്യം കാണിക്കത്തേ ഉള്ളായിരുന്നു. ആംഗ്യം കാണിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും എല്ലാവരും അഭിഷേകാഗ്നി കാണുന്നവരാണ്. എല്ലാവരും കുടുംബക്കാരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഓരോ ആഴ്ച കഴിഞ്ഞപ്പോൾ മൂലമൻ കാക്ക ഇങ്ങനെ ഓരോരോ വാക്കുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. ഈശോയ്ക്കൊരായിരം നന്ദി. കുട്ടിയുടെ അക്ഷരം കൊണ്ടുപോയില്ല. അങ്ങനെ ഇരിക്കുന്ന കുട്ടിയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പാടും. കുട്ടി സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ. കുട്ടിയുടെ പേര് പറ. ജോയൽ. ഓ, നല്ല ക്ലിയർ ആണല്ലോ, നല്ല പവർ ഉണ്ടല്ലോ. ഞാൻ സർവ്വശ്വാസം എടുത്ത് പറഞ്ഞേക്കാൾ നല്ല പവറായിട്ട് പറയുന്നുണ്ട്. കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. കുട്ടിക്ക് അഭിഷേകാഗ്നി ഇഷ്ടമാണോ? അഭിഷേകാഗ്നി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ, ഇല്ലെങ്കിൽ ഈ അച്ഛൻ്റെ പേരറിയാവോ? എൻ്റെ ദൈവമേ, എല്ലാം പറയാൻ പറ്റും. കുട്ടി നേരത്തെ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു പറഞ്ഞു, അമ്മ പറഞ്ഞേ? ഇല്ലായിരുന്നു. അവനെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത്, ആംഗ്യങ്ങൾ മാത്രം കാണിക്കുന്ന കുട്ടിയായിരുന്നു. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർ കളിയാക്കുകയൊക്കെ ചെയ്യും. സ്കൂളിൽ ചെല്ലുമ്പം കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കളിയാക്കും. എൻ്റെ ദൈവമേ, ഈ കുട്ടി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാ കുട്ടി, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെ കർത്താവ് അനുഗ്രഹിച്ചു കേട്ടോ മോനെ. നിൻ്റെ പേര് ജോയൽ തന്നെയല്ലേ? ശരി എന്നാൽ ശരി, സന്തോഷമായിരിക്കും കേട്ടോ. നോക്കിയ കർത്താവുണ്ട്. അഭിഷേകത്തിന് സമയത്ത് ഈ അമ്മ ദൈവത്തെ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു. സ്ഫുടമായിട്ട് കുട്ടി സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ല സന്തോഷത്തോടെ കരങ്ങളടിച്ച് പാട്ടുപാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഭവനങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും എനിക്കറിയാം ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ ഒരു നല്ല താമസ ധ്യാനം കൂടുന്നത് പോലെ ദൈവമക്കൾ, അപ്പനും അമ്മയും മക്കളും സമൂഹം മുഴുവനും നന്നായി കൈയടിച്ച് പാട്ടുപാടി നന്നായിട്ട് ശുശ്രൂഷകളിൽ പങ്കുചേരുന്നുണ്ട്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് ചേരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയുന്നതിന് വേണ്ടി കൂടിയാണ് അച്ഛൻ ഈ പറയണത്. ഈ സമയത്ത് നല്ല ഒരു ധ്യാനം കൂടുന്നത് പോലെ നിങ്ങൾ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകളോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവും. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഈ ടീമിനോട് ചേർന്ന് ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന ലക്ഷോപലക്ഷം ദൈവമക്കളോട് ചേർന്ന് ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരബലം പ്രകടമാക്കണമേ, നിങ്ങളുടെ ശക്തി വെളിപ്പെടുത്തണമേ, നിങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ, തേജസ് സമൂഹത്തിലേക്ക് അങ്ങ് വെളിപ്പെടുത്തണമേ. ഗ്ലോറി. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.
കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. സ്ലീഹന്മാരുടെ കാലഘട്ടങ്ങളിൽ കർത്താവെ അവിടുന്ന് അത്ഭുത ശക്തി വെളിപ്പെടുത്തി. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത്ഭുത ശക്തി വെളിപ്പെടുത്തി. പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അത്ഭുത ശക്തി വെളിപ്പെടുത്തി. ഇന്നും അങ്ങനെ അത്ഭുത ശക്തിയെ വെളിപ്പെടുത്തണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ ഇടവരുത്തണമേ. ജന്മയുടെ ബന്ധനത്തിൽ കിടക്കുന്ന ബന്ധനങ്ങൾ വിട്ട് വിടുതൽ പ്രാപിക്കാൻ സഹായിക്കണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ തേജസ് ഈ സമൂഹത്തിൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ ശക്തിയെ ഈ സമൂഹത്തിൽ വെളിപ്പെടുത്തണമേ. ദയ തോന്നണമേ, ഇടപെടണമേ, സഹായിക്കണമേ. തിന്മകളും അന്ധകാരങ്ങളും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് പത്രോസിന്റെ നീടലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കൈകൾ ഉയർത്തി കൈയടിച്ച് പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉണർവോടെ ആരാധിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ. രോഗികളുടെ മേൽ ഇപ്പോൾ അത്ഭുത ശക്തി അവിടുത്തെ നാമത്തിൽ വ്യാപരിക്കുന്നു. കർത്താവെ വിശ്വസിക്കുന്നു. സാന്നിധ്യത ഞങ്ങൾ ഏറ്റുപറയുന്നു. വചനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. വാഗ്ദാനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രബോധനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ നിയന്ത്രണത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് മഹോന്നതനാണ്. അവിടുന്ന് സൗഖ്യം നൽകുന്നവനാണ്. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. കർത്താവെ, ഈ സമൂഹത്തിൽ ഏതെങ്കിലും മകനോ മകളോ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പീഡകളിലെ ബന്ധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഗ്നി ഇറങ്ങി ബന്ധനങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാകുന്ന ആത്മീയ ശക്തി ഇപ്പോൾ പ്രവഹിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മദ്യപാനം കത്തിച്ചാമ്പലാകട്ടെ. എല്ലാ പുകവലിയും മയക്കുമരുന്ന് അടിമത്തങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഭക്ഷണത്തെ ശാസിക്കുന്നു. ഭക്ഷണ സ്വഭാവത്തെ ശാസിക്കുന്നു. അബദ്ധ സ്വഭാവത്തെ ശാസിക്കുന്നു. തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിക്കുന്നു. അടിമത്തങ്ങളെ ശാസിക്കുന്നു. പിശാചിന്റെ ഉപദ്രവങ്ങളെ ശാസിക്കുന്നു. വിട്ടുപോട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്പർശിക്കണമേ. അഭിഷേകം നിറയ്ക്കണമേ. കൃപ നിറയ്ക്കണമേ. സമാധാനം നിറയ്ക്കണമേ. ആശ്വാസം നിറയ്ക്കണമേ. സൗഖ്യങ്ങൾ നിറയ്ക്കണമേ. വിശുദ്ധി നൽകണമേ. വിശുദ്ധി നൽകണമേ. മനസാന്തര കൃപകൾ നൽകണമേ. അനുതാപം നൽകണമേ. വചന വ്യാഖ്യാനങ്ങൾ നൽകണമേ. വെളിപ്പെടുത്തലുകൾ നൽകണമേ. അവിടുന്ന് സ്പർശിക്കണമേ. അവിടുന്ന് പഠിപ്പിക്കണമേ. അവിടുന്ന് സംസാരിക്കണമേ. അവിടുന്ന് ഇടപെടണമേ. യേശുവേ, തലമുറകളാൽ വിനാശങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വിദ്യാർത്ഥിനികളും യുവതീയുവാക്കന്മാരും അനുഗ്രഹം പ്രാപിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അനേകം കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് കണ്ണുനീരൊപ്പാൻ കുടുംബങ്ങളെ സന്ദർശിക്കുന്ന അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാണിത്.
രോഗക്കിടക്കയിൽ കിടക്കുന്ന രോഗികളുടെ അരികിൽ കർത്താവ് ഇരിക്കുന്ന സമയമാണിത്. അച്ഛനത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സന്തോഷത്തോടെ നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉച്ചത്തിലെത്തി പറഞ്ഞ് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബലഹീനതകളുള്ള ഒരു വൈദികനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യുവതീവാക്കന്മാരെ, കുട്ടികളെ, നിരവധി സ്ഥലങ്ങളിൽ ധ്യാനങ്ങൾക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള പല ആളുകളും അവരുടെ ചില അനുഭവങ്ങൾ അച്ഛനോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചില ആളുകളുടെ കഠിനമായ തരത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങൾ വൈദികരിൽ നിന്ന് കിട്ടിയ ആളുകൾ അവർ പറയുകയാണ്, ഈ അച്ഛൻ നിമിത്തമാണ് ഞാൻ പള്ളിയിൽ പോകാത്തത്, ഈ അച്ഛൻ ഇവിടുന്ന് പോയിട്ടേ ഞാൻ പള്ളിയിൽ പോവുള്ളൂ. വേറെ ചില ആളുകൾ പറഞ്ഞിങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഈ അച്ഛന്മാരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പോയി കുർബാന സ്വീകരിച്ചിട്ട് എന്താ കാര്യം, ഈ അച്ഛൻ്റെ കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യം, അതുകൊണ്ട് ഞാൻ ഈ അച്ഛൻ്റെ കുർബാനയ്ക്ക് പോകണില്ല, ഞാൻ വേറെ പള്ളിയിൽ അച്ഛൻ്റെ കുർബാനയ്ക്കാണ് പോണത്. മറ്റൊരു വ്യക്തി സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിൽ അവരുടെ വല്യപ്പൻ 30-ാമത്തെ വയസ്സിൽ ഇടവകയിലെ വികാരിച്ചതിനൊരു പ്രശ്നമുണ്ടായി. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാ, പിന്നെ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല. 82 വയസ്സായി. കഴിഞ്ഞ 52 വർഷക്കാലം കുമ്പസാരയില്ല, കുർബാനയില്ല, പ്രാർത്ഥനയില്ല, ദേവാലയത്തിൽ പോയില്ല, വൈദികരുമായിട്ട് ബന്ധമില്ല, സംസാരിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഇങ്ങനെ 52 വർഷം. മറ്റു ചില ആളുകളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർ വൈദികരുടെ ചില ബലഹീനതകളുള്ള ചില കുറവുകളുള്ള വൈദികരുമായിട്ട് ഇടപെട്ട് അതിനുശേഷം അവർ കുറച്ച് നാളുകൾ പള്ളിയിൽ പോകാതെ അവസാനം അവർ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും എതിരായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അതികഠിനമായ അന്ധകാര പീഡകളിൽ അകപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ നാനാവിധത്തിൽ കുറവുകളുള്ള വൈദികർ നിമിത്തം പല ആളുകളും വിഷമിക്കുന്നുണ്ട്. ഈ വിഷമങ്ങൾ കുട്ടികളുടെ ഇടയിലുണ്ട്, യുവതീവാക്കന്മാരുടെ ഇടയിലുണ്ട്, കുടുംബനാഥന്മാരുടെയും കുടുംബനാഥകളുടെ ഇടയിലുണ്ട്, പ്രായമുള്ളവരുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാനാജാതി മതസ്ഥരുടെ ഉള്ളിലും ചിലപ്പോൾ ഇങ്ങനത്തെ ചില സംശയങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ വെളുത്ത ലോഹയിട്ട വൈദികനെ യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് കാണുന്നത്. ഒരു വൈദികന് ഇങ്ങനെ സംഭവിക്കാമോ? അവരുടെ ഉള്ളിലെ ന്യായമായ ഒരു സംശയം, ചില ബലഹീനതകൾ, ചില കുറവുകളുള്ള വൈദികരെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ന്യായമായ ഒരു സംശയം, ഒരു ചിന്ത അവർ പങ്കുവെച്ചതാണ്. അതുകൊണ്ട് വിശ്വാസികളും നാനാജാതി മതസ്ഥരുമായ എല്ലാ മക്കളെയും അറിയേണ്ടതിന് കർത്താവ് യേശു ക്രിസ്തു ചില വചനങ്ങൾ നൽകിയത് പങ്കുവെക്കാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തന്നെ വൈദികരെക്കുറിച്ച് ബൈബിളിൽ നൽകിയിരിക്കുന്ന ഒരു വചനം ഇതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. അപ്പോൾ ഒരു വൈദികനെ കുറിച്ച് ദൈവം തിരഞ്ഞെടുക്കുന്ന, യേശുക്രിസ്തു തിരഞ്ഞെടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ ആദ്യം കാണുന്നൊരു പ്രബോധനമാണ്: അവൻ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. സ്വഭാവ മഹിമയോ ഉന്നതകുല പാരമ്പര്യമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേന്മയോ നോക്കിയിട്ടല്ല ഒരു വ്യക്തിയെ യേശു തൻ്റെ ശിഷ്യനായി ക്ഷണിക്കുന്നത്. സ്വഭാവ മേന്മ കൊണ്ടും വിശുദ്ധി കൊണ്ടുമാണ് ഒരാൾ വൈദികനായി വിളിക്കപ്പെടുന്നത് എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. വിശുദ്ധനാണോ അശുദ്ധനാണോ, ഉന്നത കുലജാതനാണോ താഴ്ന്ന കുലജാതൻ, ഇതൊന്നും യേശുവിന് വിഷയമല്ല. കാരണം മണവാളൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ആണ് വിളിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞിങ്ങനെയാണ്: എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ വിളിച്ചു, ഇതേ ഇതിൻ്റെ മാനദണ്ഡം.
വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ച പിതാവിനെ നിരസിക്കുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, ഒരു വൈദികനെ കുറിച്ച് യേശു വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒരു വൈദികൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ആ വ്യക്തി യേശുവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. ആ വ്യക്തി യേശുവിനെ അയച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. ഒരു വൈദികനെ കാണുമ്പോൾ യേശുവിനെയാണ് കാണുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. നിരസിക്കുമ്പോഴും അങ്ങനെ തന്നെ, തിരസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം? അക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞത് ഈശോ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ഒരു വൈദികൻ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളായിട്ടാണ് യേശു ലോകത്തോട് പറയുന്നത്. യേശുവിൻ്റെ പ്രതിപുരുഷൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ പ്രസക്ത വിഷയം എങ്ങനെയാണ്? ഇത്രയും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അച്ഛന് ഒരു തെറ്റ് വരുമ്പം, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വീഴ്ച കാണുമ്പോൾ, ഒരച്ഛൻ്റെ സ്വഭാവക്കേട് കാണുമ്പോൾ പെട്ടെന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോഴാണ് ആളുകൾ പറയണത്, ഇനി ഒരിക്കലും ഞാൻ ഈ പള്ളിയിലേക്കില്ല, ഞാനിത് ദൈവത്തിൻ്റെ ആളാണെന്ന് വിചാരിച്ചതാ, എന്താ ഇങ്ങനെ ഒരു അച്ഛനിങ്ങനെ ചെയ്യാൻ പാടുണ്ട? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്താ ഇനി എന്തിനാ നമ്മൾ പള്ളിയിൽ പോണത്? ഇനി എന്തിനാ നമ്മൾ കുർബാന സ്വീകരിക്കണത്? അങ്ങനെ നമ്മുടെ സഹോദരി സഹോദരങ്ങളുടെ അനേകം പേരുടെ ഉള്ളിൽ ഇച്ഛാഭംഗം, വിഷമം, നിരാശ, അതിൻ്റെ നെറ്റ് റിസൾട്ട് സാത്താൻ അവിടെ ഒരു കെണിയും ഒരുക്കും. അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയിൽ പോകണില്ല, അതുകൊണ്ട് ഇനി ഞാൻ കുർബാനയ്ക്കില്ല, ഇനി ഞാൻ ഈ അച്ഛൻ്റെ നിന്ന് കുർബാന സ്വീകരിക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനെയല്ലേ? ഇത് പിശാചിൻ്റെ ഒരു കെണിയാണ്. പകുതി സത്യമുണ്ട്. എന്താ പകുതി സത്യം? ആ വൈദികനൊരു വീഴ്ച പറ്റി, ആ പുരോഹിതന് ചില കേടുകൾ, സ്വഭാവക്കേടുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകുതി ഒരു സത്യമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അടുത്തതിൽ പിശാച് കെണി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയിൽ പോകണില്ല, ഇനി ഞാൻ ഒരാളെ വിശ്വസിക്കില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, ഞാൻ കുർബാന സ്വീകരിക്കില്ല. അത് വലിയ അബദ്ധമാണ് മക്കളെ, വലിയൊരു കെണിയാണത്. സാത്താൻ അറിയാം, ഒരു 3 ആഴ്ച അടുപ്പിച്ച് പള്ളിയിൽ പോകാതിരുന്നാൽ, ഒരു 4-5 ആഴ്ച അടുപ്പിച്ച് പോയി കുർബാന സ്വീകരിക്കാതിരുന്നാൽ, കുമ്പസാരിക്കാതിരുന്നാൽ, പിന്നെ ഒരിക്കലും പള്ളി പോകാൻ തോന്നില്ല, പിന്നെ കുമ്പസാരിക്കാൻ തോന്നില്ല, പിന്നെ വേറെ വഴിക്ക് തിരിഞ്ഞു പോകും. ഒരു ചെറിയ ഡൈവേർഷൻ മതി, പിന്നെ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ശരിയായ ട്രാക്കിലെത്തുള്ളൂ. ഡൈവേർഷൻ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് പല കാര്യങ്ങളും പഠിപ്പിക്കാനുണ്ട്. ആദ്യം തന്നെ സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നത് നമ്മൾ നോക്കുകയാണ്. തെറ്റുകളും കുറ്റങ്ങളുള്ള വൈദികരെ സഭ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആ വൈദികന് കുഴപ്പമില്ല, ആ വൈദികന് ഞങ്ങൾ അതൊന്നും സഭ പറയണത് തെറ്റ് തന്നെയാണ്. ആര് തെറ്റ് ചെയ്താലും അതിന് തക്കതായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് വൈദികരുടെ തെറ്റിന് സാധാരണ ജനങ്ങളുടെ തെറ്റിനേക്കാൾ കൂടുതൽ ഗൗരവമുണ്ടെന്ന് സഭയും ദൈവവചനവും പഠിപ്പിക്കുന്നുണ്ട്. സഭ ഒരിക്കലും വൈദികരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നില്ല. തെറ്റ് ആരായാലും തെറ്റ് തന്നെയാണ്. എന്നാൽ ആ തെറ്റിനെ ചൊല്ലി നാം വിശുദ്ധ കൂദാശകളിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സഭയും പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1584 ഖണ്ഡികയിൽ സഭ ഇങ്ങനെ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച വൈദികനിലൂടെ പ്രവർത്തിക്കുകയും രക്ഷാസാധ്യതമാക്കുകയും ചെയ്യുന്നത്. ഒരു വൈദികൻ വചനം പ്രസംഗിക്കുമ്പോൾ യേശുവാണ് വചനം പ്രസംഗിക്കുന്നത്. ഒരു വൈദികൻ മാമോദിസ കൊടുക്കുമ്പോൾ യേശുവാണ് മാമോദിസ കൊടുക്കുന്നത്. ഒരു വൈദികൻ കുമ്പസാരിപ്പിക്കുമ്പോൾ യേശുവാണ് കുമ്പസാരിപ്പിക്കുന്നത്. ഒരു വൈദികൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവാണ് തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ആത്യന്തികമായി വൈദികനിലൂടെ യേശുവാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ശുശ്രൂഷകൻ്റെ അയോഗ്യത ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ തടയുന്നില്ല. ഒരു വൈദികൻ പാപത്തിലാണെങ്കിലും സ്വഭാവക്കേടിലാണെങ്കിലും
ദുരന്തത്തിലാണെങ്കിലും അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ യേശുവാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തവും അവിടെ റിയലായി യേശുവിൻ്റെ ശരീരവും രക്തമായി മാറുന്നുണ്ട്. ആ വൈദികൻ ഒരു പാപിയാണ് എന്ന് വിചാരിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും അല്ലാതായി മാറുന്നില്ല. പാപിയാണെങ്കിലും വിശുദ്ധനാണെങ്കിലും അച്ഛൻ്റെ വിശുദ്ധിയോ അച്ഛൻ്റെ പാപമോ കുർബാനയെ ബാധിക്കുന്നില്ല. അച്ഛൻ്റെ വിശുദ്ധിയോ അച്ഛൻ്റെ പാപമോ വചനത്തെ ബാധിക്കുന്നില്ല. അച്ഛൻ്റെ വിശുദ്ധിയോ അച്ഛൻ്റെ പാപമോ മറ്റാത്മീയ ശുശ്രൂഷകളെ ബാധിക്കുന്നില്ല. വിശുദ്ധ അഗസ്തീനോസ് ഇതിനെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വരദാനം അശുദ്ധമാക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിലൂടെ ഒഴുകി വരുന്നത് ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിലൂടെ കടന്നു വരുന്നത് തെളിഞ്ഞതാണ്. അത് ബലഭൂഷ്ടമായ മണ്ണിലെത്തുന്നു. കൂദാശയുടെ ആധ്യാത്മിക ശക്തിയെ പ്രകാശത്തോട് താരതമ്യം ചെയ്യാം. പ്രകാശിതരാകേണ്ടവർ അതിനെ അതിൻ്റെ പരിശുദ്ധിയിൽ സ്വീകരിക്കുന്നു. അശുദ്ധമായ വസ്തുക്കളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് അതിൽ തന്നെ അശുദ്ധമാക്കപ്പെടുന്നില്ല. അതായത് ഒരു വൈദികനിലൂടെ വരുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി പോലെയാണ്. പ്രകാശരശ്മി കടന്നു വരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അശുദ്ധിയും പൊടിപടലങ്ങളും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രകാശം അശുദ്ധമാക്കപ്പെടുന്നില്ല. ഈ പ്രകാശം തെളിഞ്ഞത് തന്നെ. അതുപോലെ അശുദ്ധനായൊരു വൈദികനിലൂടെ ആണെങ്കിലും പരിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ തെളിഞ്ഞ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നു. നാം സ്വീകരിക്കുന്ന എല്ലാ കൂദാശകളും വാലിഡാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു വൈദികൻ പാപാവസ്ഥയിലാണെങ്കിൽ പോലും അദ്ദേഹം പരികർമ്മം ചെയ്യുന്ന വിശുദ്ധ കൂദാശകൾ നമുക്ക് സ്വീകരിക്കാം. നാം ഒരു വൈദികനോട് ദേഷ്യം കൊണ്ട് ദേവാലയത്തിൽ പോകാതിരിക്കുന്നതും ആ വൈദികൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന കാണാതിരിക്കുന്നതും നമുക്ക് ഉയർച്ച കൊണ്ടുവരികയില്ല. അതുകൊണ്ട് നമ്മളൊരു അല്പം കൂടി വിശുദ്ധനായി തീരുന്നെന്ന് വിചാരിക്കരുത്. 3-4 ആഴ്ച അടുപ്പിച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് പോകാതിരിക്കുമ്പോൾ സാത്താൻ വലിയൊരു വിജയം നമ്മുടെ മേലുണ്ടാകുന്നു. സാത്താൻ വലിയൊരു വിജയം നമ്മുടെ കുടുംബത്തിന് മേലുണ്ടാകുന്നു. പിന്നെ നമുക്ക് പള്ളിയിൽ പോകാൻ തോന്നില്ല. പിന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആധ്യാത്മിക ടേസ്റ്റുകൾ ഇല്ലാതാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നാം ഈ കാര്യത്തിൽ അവധാനപൂർവ്വം ചിന്തിച്ച് എടുത്തുചാട്ടം കൂടാതെ പക്വതയോടെ മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ വൈദികന് ഇങ്ങനത്തെ കുറവുകൾ വരുന്നതിനെ കുറിച്ച് ബൈബിളിൽ അന്വേഷിച്ചപ്പോൾ ബൈബിളിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തെ പ്രബോധനം, വൈദികന് കുറവുകൾ വരുന്നത് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള കാപട്യക്കാരനായതുകൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കള്ളനായതുകൊണ്ടോ, അതല്ലെങ്കിൽ അദ്ദേഹം അനർഹം ഒരു വ്യാജപ്രവാചകനായതുകൊണ്ടോ അല്ല അദ്ദേഹത്തിന് കുറവുകൾ വരുന്നത്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക അല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം വചനം ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ദാസരെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിന് ദൈവം ഒരു വൈദികനെ തെരഞ്ഞെടുക്കുന്നത് മനുഷ്യ വംശത്തിൽ നിന്നാണ്. മാലാഖമാരുടെ ഇടയിൽ നിന്നോ സ്വർഗവാസികളുടെ ഇടയിൽ നിന്നോ അല്ല. ഹി ഈസ് പെർഫെക്റ്റ്ലി എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനാണ്. ദൈവത്തിന് അറിയാൻ പാടില്ലേ മനുഷ്യന്മാരെ തിരഞ്ഞെടുത്താൽ മനുഷ്യന്മാർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുമെന്ന്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന ദൈവം, മനുഷ്യൻ്റെ ബലഹീനതകളും വേദനകളും അറിയുന്ന ദൈവം തന്നെയാണ് മനുഷ്യകുലത്തിൽ നിന്ന്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ദാസരെ തിരഞ്ഞെടുക്കുന്നു, അതിനുശേഷം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ചില അമ്മച്ചിമാരെന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: അച്ഛാ, കാര്യം ശരിയാണ്, മനുഷ്യകുലത്തിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തു, ശരി,
മനുഷ്യൻ്റെ കുറവുകൾ ശരി. ആ തിരുപ്പട്ടം കിട്ടുമ്പം, അങ്ങനെ അഭിഷേകം കിട്ടുന്ന സമയത്ത് അതുവരെയുള്ള മനുഷ്യ സ്വഭാവം എല്ലാം പോയി ഒരു ദൈവിക മനുഷ്യനായി മാറില്ലേ? അപ്പം തൊട്ട് ദൈവത്തിൻ്റെ അതേപോലെ സ്വഭാവമായി മാറില്ലേ? സാധാരണ ചില ആളുകളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംശയരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ച്, അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ ദ ഹ്യൂമൻ നേച്ചർ. പൗരോഹിത്യം എന്ന ഈ വലിയ കൃപ മനുഷ്യ പ്രകൃതിയിലാണ്, കളിമൺ പാത്രങ്ങളിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ മനുഷ്യ പ്രകൃതി മരിക്കുന്നത് വരെ ഉണ്ടാകും എന്നതാണ് സത്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുപ്പട്ടം സ്വീകരിക്കുന്ന ആ സെക്കൻഡ് തന്നെ 100% ദൈവമായി മാറുന്നില്ല. മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യപ്രകൃതി ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെ പരിശ്രമം അനുസരിച്ച് അത് ഘട്ടം ഘട്ടമായി വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവശക്തി കൊണ്ട് പൂരിതമാവുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുലിഖിതങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ 100% പെർഫെക്റ്റായ പുരോഹിതന്മാരെ ബഹുമാനിക്കുവീൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പുരോഹിതനാണോ, ദൈവം തെരഞ്ഞെടുത്ത ആളാണോ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പ്രതി ആ പുരോഹിതന് അർഹമായ ബഹുമാനം കൊടുക്കുക. തെറ്റുകളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, മേന്മകളുണ്ടാകാം, വിജയങ്ങളുണ്ടാകാം, എന്തുണ്ടാകട്ടെ, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ചെയ്ത് അനുഗ്രഹം പ്രാപിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടപ്പെട്ട പുരോഹിതന്മാരെ ബഹുമാനിക്കുക, നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ നിന്ദിക്കുക, അപമാനിക്കുക, ദുഷിക്കുക. കർത്താവിൻ്റെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പഠിക്കും. നമ്മൾ വളരെ വിശുദ്ധരും നമ്മുടെ ഇടവകയിലേക്ക് വന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോകുന്ന വൈദികരിൽ ചില കുറവുകളുണ്ടെങ്കിൽ ആ വൈദികൻ്റെ കുറവുകൾ പരിഹരിച്ച് ആ വൈദികൻ കുറച്ചും കൂടെ മേന്മയുള്ളൊരു വൈദികനാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം, നാം സഹിഷ്ണുതയോടെ അധ്വാനിക്കണം. അങ്ങനെയല്ലേ മനുഷ്യവംശത്തിൽ പരസ്പരം നാം ബിൽഡപ്പ് ചെയ്യുന്നത്, പരസ്പരം നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. റോമാലേഖനം അതിനെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ബലമുള്ളവരായ നാം ബലഹീനരുടെ പോരായ്മകൾ ക്ഷമയോടെ സഹിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ സഭയെയും നമുക്കറിയാവുന്ന വൈദികരെയൊക്കെ ഓർത്തും അവരെ സമർപ്പിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ വീഴ്ചയുള്ളൊരു വൈദികനെ കുറിച്ച് സഭ 1583 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: സാധുവായി പട്ടം സ്വീകരിച്ച ഒരു വൈദികനെ ന്യായമായ കാരണത്താൽ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാക്കുകയോ വിലക്കുകയോ ചെയ്യാം. എന്നാൽ നിഷ്കൃഷ്ട അർത്ഥത്തിൽ ഒരു വൈദികന് വീണ്ടും ഒരിക്കലും ഒരു അൽമായനാകാൻ പറ്റുകയില്ല. കാരണം തിരുപ്പട്ടം പതിക്കുന്ന മുദ്ര ഒരിക്കലും മായാത്ത മുദ്രയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഒരു വൈദികൻ വൈദികത ഉപേക്ഷിച്ചു പോയാലും മരണത്തിന് ശേഷം ആ മുദ്ര ഒരിക്കലും മായുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും അദ്ദേഹം വൈദികൻ തന്നെയാണ്. കാര്യം പൗരോഹിത്യം ഉപേക്ഷിച്ചു, തിരുസഭ വിലക്കി, കൂദാശ എന്നുള്ള മാറ്റി നിർത്തി, വേറെ എവിടെയെങ്കിലും ആക്കി, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയി ഒക്കെ ആയിരിക്കാം. പക്ഷേ വൈദിക പട്ട സ്വീകരണ സമയത്ത് ഒരു വൈദികന് ലഭിക്കുന്ന പൗരോഹിത്യ മുദ്ര പിന്നെ ഒരിക്കലും മായ്ക്കാൻ പറ്റില്ല.
വീണ്ടും ഒരിക്കലും തിരിച്ചൊരു അൽമായനാകാൻ പറ്റാത്ത വിധം നിത്യമായ പൗരോഹിത്യ മുദ്രയാൽ അദ്ദേഹം മുദ്രിതനാണ്. ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയൊരു ഉറപ്പ് കർത്താവ് തരികയാണ്. എത്ര കുറവുകളുണ്ടെങ്കിലും ആ വൈദികൻ്റെ ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോൾ കറയില്ലാത്ത അനുഗ്രഹം ദൈവം നമുക്ക് തരും. ആ വൈദികൻ ന്യായവിധിക്ക് നിൽക്കേണ്ടി വരുമെങ്കിലും, ആ വൈദികൻ കഠിനമായ വിധത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിലും, ശുശ്രൂഷ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണയാൽ ഒന്നിനും കുറവ് വരാതെ വിധം അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും. ഈ സമയം ഏതെങ്കിലും വൈദികനുമായി വിഷമത്തിൽ പള്ളി പോകാതിരിക്കുന്നവരോ, ഏതെങ്കിലുമുള്ള വൈദികനായുള്ള വിഷമത്തിൽ പിന്നെ കൂദാശകൾ ഉപേക്ഷിച്ച് നടക്കുന്നവരോ, അല്ലെങ്കിൽ പൗരോഹിത്യത്തെ മൊത്തം സംശയിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈ സമയം പരിശുദ്ധാത്മാവ് തൊട്ട് വിളിക്കുകയാണ്. ഏതെങ്കിലും വൈദികരെ കുറവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ വൈദികനിൽ വന്ന മാനുഷികമായ വീഴ്ചയാണ്. കാരണം വൈദികൻ ഒരേ സമയം ദൈവിക മനുഷ്യനുമാണ്, സാധാരണ മനുഷ്യനുമാണ്. അതുകൊണ്ട് ബലഹീനതകളും വീഴ്ചകളും മരിക്കുന്നതിനുള്ളതുകൊണ്ട് ആ വൈദികൻ്റെ ഒരു വീഴ്ചയായിട്ട് നമ്മളതിനെ കണക്കാക്കണം. പൗരോഹിത്യ ശുശ്രൂഷകൾ അതെന്നും ദിവ്യമാണ്, അതെന്നും സ്വർഗം അതിനെ പരിശുദ്ധമായി തന്നെ സൂക്ഷിക്കുന്നു. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളെയും പക്വതയോടെ സമീപിക്കാനും, എല്ലാറ്റിലൂടെയും ആത്മസംയമനത്തിന് കടന്നു പോകാനും, എല്ലാറ്റിലും മിതത്വം പാലിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ലോകത്തുള്ള മുഴുവൻ വൈദികരെ ഓർത്ത്, പ്രത്യേകിച്ച് കുറവുകളുള്ള വൈദികരുടെ മേൽ കരുണയുണ്ടാകണമെന്നൊക്കെ പറഞ്ഞ് കൈകൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന.